എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന 3D ചിത്രത്തിൻ്റെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന 3D ചിത്രത്തിൻ്റെ റിലീസിന് ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വരുന്ന ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 25-നാണ് തിയേറ്ററുകളിലേക്ക് ബറോസ് എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ സെൻസറിങ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ബറോസ് 3Dക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യു സർട്ടിഫിക്കറ്റ് ആണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമായിട്ട് തന്നെയാണ് ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ കൃത്യമായ സമയദൈർഘ്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 മണിക്കൂറും 34 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ബറോസ് എന്ന 3D ചിത്രം കൂടുതലും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന രണ്ടാമത്തെ സോങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒരു അണ്ടർ വാട്ടർ സോങ് ആണ് ഇന്നലെ പുറത്തു വന്നിരുന്നത്. ചിത്രത്തിലെ ആദ്യ ഗാനമായി പുറത്തു വന്നത് ലാലേട്ടൻ ആലപിച്ച ഗാനമായിരുന്നു. അതിനും മികച്ച അഭിപ്രായവും ഏകദേശം യൂട്യൂബിലൂടെ മാത്രം 21 ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരും ആ ഒരു പാട്ട് സ്വന്തമാക്കിയിരുന്നു. ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ബറോസ് എന്ന സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് എപ്പോൾ തുടങ്ങുമെന്നാണ്. അത് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇതൊരു ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഈ വരുന്ന ഞായറാഴ്ച ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. അവിടെയും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഡിസംബർ 25-ന് ബറോസ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.